വളരെ ബഹൃത്തും തന്ത്രപൂർവമായ ഒരു നീക്കമാണ് ഞാൻ നടത്താൻ പോകുന്നത്. വണ്ടി തല്ലിപ്പൊളിച്ചത് വേറെ ആൾക്കാരാണ് അതായത് ഈ PSC കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ് മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഈ വീഡിയോ ഇടല്ലേ, അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട്, ഈ വീഡിയോ ഇടല്ലേ എന്ന് പറയണ ക്ലിപ്പ് അടക്കം എന്റെ ഉണ്ട്. ബാധ ഒഴിപ്പിക്കില്ലേ, നിന്നെ വിട്ടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. പേരെന്നെ മാറി മറിക്കാൻ പോവാട്ടോ. തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കയറണം. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. തൊപ്പീനെ വെട്ടിച്ച് തൊപ്പിയുടെ മേളിലെത്തണം, അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് മോട്ടിവേഷൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്ന് പറയുന്ന അടുത്തിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു യൂട്യൂബ് ഗെയിമർ പയ്യൻ അവന് കിട്ടിയ റീച്ച് അല്ലെങ്കിൽ അവനുണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റിന് മുകളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു തെറ്റാണ് ഈ നിഷാനും ഷാജഹാനും കൂടി ചെയ്തത്. ഞാനൊരു കോമാളിയായോടാണല്ലോ. ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. അപ്പോൾ ഈ മുസൽമാനും ഹിന്ദുവും തമ്മിൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഒരു വർഗീയ കലാപം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നമാണ് ഡ്രാമ നടത്തി കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട്, ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ടു പേരും കൂടെ ചേർന്ന് കാണിച്ച ഈ തെമ്മാടിത്തരത്തിന്റെ വലിപ്പം. അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. മുസ്ലിങ്ങളെ കൂടുതൽ അപകടകാരികളാക്കി ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ച ഈ നാടകം പൊളിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെ മതി ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാം, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ. നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.